ഓം നമ ശിവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നാം പറയാൻ പോകുന്നത് പ്രകാശത്തിൻ്റെയും ഇരുട്ടിൻ്റെയും മഹത്വം എന്തെന്നാൽ, നാം പ്രകാശം എന്ന് പറയുന്നത് തേജസ്സായ അഗ്നി, രുദ്രൻ്റെ ബീജമാണ്. ആ പ്രകാശത്തിന് ഇന്ന് ഒരുപാട് മഹത്വം തന്നെയുണ്ട്. നമുക്ക് പ്രകാശത്തിൻ്റെ തുടക്കവും ഒടുക്കവും അറിയുവാൻ തീർച്ചയായും നമുക്ക് പറ്റും. ഒരു ദീപം നമ്മൾ നിലവിളക്കിൽ കൊളുത്തുമ്പോൾ അതിൻ്റെ തുടക്കവും ഒടുക്കവും നമുക്കറിയുവാൻ സാധിക്കും. എന്നാൽ ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ ആ ഇരുട്ടിൻ്റെ തുടക്കവും ഒടുക്കവും ആരാലും കണ്ടുപിടിക്കുവാൻ സാധിക്കില്ല. അതാണ് ഭഗവാൻ. ആ ഭഗവാന്റെ തുടക്കവും ഒടുക്കവും അറിയുവാൻ ഇന്ന് പ്രപഞ്ചത്തിൽ ആരായാലും സാധിക്കില്ല. ബ്രഹ്മദേവനും വിഷ്ണുദേവനും കൂടി സാക്ഷാൽ ഭഗവാൻ പരമശിവന്റെ തുടക്കവും ഒടുക്കവും അറിയുവാൻ പോയ കഥകളെല്ലാം ഇന്ന് എല്ലാ ഭക്തർക്കും അറിയാം. ആ ഭഗവാന്റെ തുടക്കവും ഒടുക്കവും അറിയുവാൻ ഇന്ന് ആരാലും സാധിച്ചിട്ടില്ല. അതാണ് സാക്ഷാൽ ശ്രീ കൈലാസനാഥനായ ഭഗവാൻ പരമശിവൻ. ആ ഭഗവാൻ തന്നെ ഭക്തനോട് പറയുന്നുണ്ട്, നാം ഇരുട്ടാകുന്നു, എൻ്റെ തുടക്കവും ഒടുക്കവും അറിയുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്നാൽ എൻ്റെ ഭക്തനോട് നാം തന്നെ ആ ഭഗവാൻ പറയുന്നുണ്ട്, ആ ഇരുട്ടിൽ നിങ്ങളൊരു ദീപം തെളിയിക്കൂ, ആ ദീപമായി നിങ്ങളുടെ മുമ്പിൽ നാം പ്രകാശമായി നിങ്ങൾക്ക് ഞാൻ ദർശനമരുളും. ആ ഭഗവാൻ ഭക്തനോട് പറയുന്നു. അങ്ങനെ ആ ദീപജ്വാലയിൽ നിന്നും ആ പ്രഭയിൽ നിന്നും ഭക്തന് തൻ്റെ ഭഗവാനെ കാണുവാൻ സാധിക്കും. അതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് ഓരോ ഗ്രഹങ്ങളിലും ഇന്ന് പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും ഭക്തൻ നടത്തുന്നത്. ആ ഭഗവാനെ നിലവിളക്ക് കത്തിച്ച് ആ ഭഗവാനെ കണ്ട് ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കുവാൻ വേണ്ടി. എല്ലാവർക്കും ആ നല്ലതും ഐശ്വര്യവും ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.